നമസ്കാരം. മോദിക്കെതിരെയും BJP സർക്കാരിനെതിരെയും നമ്മുടെ രാഹുൽ ഗാന്ധി യുദ്ധം തുടങ്ങിയിട്ട് വർഷം 10-12ആയി. എന്നിട്ടും വിജയം മോദിക്കും BJPക്കുമാണ്. പക്ഷേ അവിടെയൊന്നും തോൽക്കാൻ ഉദ്ദേശമില്ല നമ്മളുടെ രാഹുൽ ഗാന്ധിക്ക്. പുതിയ അടവുമായി അണ്ണൻ വീണ്ടും തിരിച്ചു വരികയാണ്. അതിൻ്റെ പേരാണ് വെള്ള ടീഷർട്ട് പ്രസ്ഥാനം. ചിരി വരുന്നുണ്ടല്ലേ? കുറച്ച് ചിരിക്കാനുള്ള വകയുമുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ, മോദി സർക്കാരിനെതിരെ മുന്നോട്ട് വരുവാൻ നമ്മുടെ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്ന പുതിയ ടെക്നിക്കാണ് ഈ വെള്ള ടീഷർട്ട് പ്രസ്ഥാനം. വെള്ള ടീഷർട്ട് എടുക്കുക, എന്നിട്ട് അതുമിട്ട് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രതിഷേധ സമരവുമായി കൂടിച്ചേരുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ പുതിയ ആഹ്വാനം. സാമൂഹിക നീതിക്കായുള്ള സമരം, എല്ലാത്തരം വേർതിരിവിനെയും തള്ളിക്കളയാൻ, രാജ്യത്ത് സമാധാനത്തിനും സുസ്ഥിരയ്ക്കും വേണ്ടിയുള്ള പ്രയത്നം, ഇങ്ങനെയൊക്കെ പ്രയത്നിക്കുവാൻ വേണ്ടി ഈ വെള്ള ടീഷർട്ട് ഇട്ട് രാഹുൽ ഗാന്ധിയുടെ ഈ പുതിയ പരിപാടിയിൽ ആർക്കും അണിചേരാം എന്നുള്ളതാണ് പുതിയ പരിപാടി. കേൾക്കുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ട്, പക്ഷേ പറയുന്നത് രാഹുലാണ്. രാഹുൽ പറഞ്ഞത് കേട്ട് മുന്നോട്ട് വരുവാൻ കോൺഗ്രസ്സുകാർക്ക് പോലും ഇപ്പോൾ മടിയാണ്. കേരളത്തിലെ കാര്യമല്ല, ആഗോളതലത്തിൽ പാർട്ടി നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. പ്രതിപക്ഷ നേതാവ് എന്ന മേലങ്കിയിട്ട് മുകളിലിരിക്കുമ്പോഴും ഇന്ത്യ എന്ന പുതിയ സഖ്യവുമായി ചേർന്ന് ഈ കുറി മോദിയെ മറച്ചിട്ടും എന്ന് ഗർവ് പറഞ്ഞ ടീമാണ് രാഹുൽ ഗാന്ധി. അന്ന് ഈ ഇന്ത്യ സഖ്യത്തിൽ ഒപ്പമുണ്ടായിരുന്ന മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു നേതൃത്വം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത് കേട്ട് മോഡിയെ താഴെ ഇറക്കാനുള്ള ഏറ്റവും വലിയ ശക്തി കോൺഗ്രസ് ആണ്, കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശക്തിയായ രാഹുൽ ഗാന്ധിയാണ് എന്ന് പറഞ്ഞ് നടന്നവരും സപ്പോർട്ട് ചെയ്തവരും വരെ മാറി നിൽക്കുമ്പോഴാണ് മോദി സർക്കാരിനെതിരെ ടീഷർട്ട് പ്രസ്ഥാനവുമായി രാഹുൽ ഗാന്ധി എത്തുന്നത്. ഒരു കാര്യം രാഹുൽ ഗാന്ധി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാജ്യത്ത് ഇപ്പോൾ ഒരു സുരക്ഷാ ഭീഷണിയുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. കാര്യമായി വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തൊക്കെയാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നുമില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കണമെങ്കിൽ അവരൊക്കെ അടിയുറച്ച കോൺഗ്രസ്സുകാരായിരിക്കണം. ഈ അന്തം കമ്മികൾ എന്ന് വിളിക്കുന്ന പോലെ അന്തം കൊങ്ങികളാവണം. അത്തരത്തിലുള്ള കൊങ്ങികളൊന്നും ഇന്ത്യ മഹാരാജ്യത്ത് പഴയതുപോലെ ഇല്ല എന്നുള്ളതും പാർട്ടി താഴേക്ക് പോയതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവുമാണ്. ഇത്തരം പ്രതിഷേധ പരിപാടിയൊന്നുമല്ല രാഹുൽ ഗാന്ധിയും കൂട്ടരും ചെയ്യേണ്ടത്. ഇതിനേക്കാൾ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ എങ്ങനെ പ്രതിപക്ഷത്തിരുന്ന് ഭരണപക്ഷത്തെ വിമർശിക്കാം എന്നുള്ളതാണ്. അതിന് തലയിൽ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഉള്ളവരുമായി ചർച്ച ചെയ്ത് കൃത്യമായി മുന്നോട്ട് വന്നാൽ ആളുകൾ കൂടും. അല്ലാതെ ഈ ടീഷർട്ട് ഇട്ടുകൊണ്ടൊന്നും പഴയതുപോലെ ആരും വരില്ല. വെള്ള ടീഷർട്ടിൻ്റെ വില കുറയും എന്നല്ലാതെ രാഹുൽ ഗാന്ധി എത്ര വിചാരിച്ചാലും ഒരു കാര്യവുമില്ല. അത് ഓർത്താൽ രാഹുൽ ഗാന്ധിക്കും നല്ലത്. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളും പ്രവർത്തികളുമൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ മുകളിൽ വയ്ക്കുന്നത് BJPക്കും ഇത്ര ഇഷ്ടം. BJPയുടെ പല നേതാക്കളും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും ഇതുതന്നെയാണ്. അയാൾ അവിടെ തന്നെ ഇരിക്കട്ടെ, ഇങ്ങനെയുള്ള പരിപാടികളുമായി ഇത്തരം പ്രസ്ഥാനങ്ങളുമായി മുന്നോട്ട് വരട്ടെ എന്നും. കാത്തിരുന്ന് കാണാം വെള്ള പ്രസ്ഥാനത്തിൻ്റെ അവസാനം എന്താവുമെന്ന്. എന്തായാലും എല്ലാ ആശംസകളും നേരുന്നു.